കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാനൊരു കഥ പറഞ്ഞു തരാം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അനുസരണം. നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളോട് നിങ്ങൾ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ? എന്നാൽ അവരെ വേദനിപ്പിക്കുകയാണ് ചെയ്തത്. എന്തു മനോഹരമായ ഏതേൻ തോട്ടത്തിൽ കൂടി ചുറ്റി നടക്കുകയാണ് പോവാ. മനോഹരമായ പൂക്കളും രുചികരമായ ഫലവും കൂട്ടുകാരായ മൃഗങ്ങളും ഉണ്ട് അവിടെ. ശബ്ദം പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. ഹായ് പാമ്പ്, നീ എന്തിനാ പാമ്പ് ഇവിടെ നിൽക്കുന്നേ? പാമ്പ് വന്നു. അവർ തോട്ടത്തിൽ കൂടി പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ തോട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ഫലം ദൈവം തിന്നില്ലെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. വൃക്ഷത്തിന്റെ ഫലം ചൂണ്ടിക്കാണിച്ച മരം കണ്ടിട്ട് പാമ്പ് പൊട്ടിച്ചിരിച്ചു. എന്തിനാ പാമ്പ് നീ ചിരിക്കുന്നത്? ഈ ദൈവത്തിന്റെ ഒരു കാര്യമേ, നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാ മരിക്കുകയൊന്നുമില്ല. മാത്രവുമല്ല, നിങ്ങളുടെ കണ്ണുകളും തുറക്കും. നിങ്ങളും ദൈവത്തെ പോലെയാകും. സംശയമുണ്ടെങ്കിൽ തിന്നു നോക്കൂ. സ്ത്രീ ദൈവകൽപ്പന മറന്ന് പാമ്പിനെ വിശ്വസിച്ച് ഒരു കാലത്ത് തിന്നു. എന്റെ പ്രിയപ്പെട്ട പുരുഷനും കൊടുത്തു. അവനും തിന്നു. പെട്ടെന്ന് അവരുടെ കണ്ണുകൾ തുറന്നു. നഗ്നനാണെന്ന് അറിഞ്ഞോ ഹത്തിയിലും കൊണ്ട് വസ്ത്രം ഉണ്ടാക്കിയെടുത്തു. പേടി ഇങ്ങോട്ട് അവർ വിളിച്ചു നിന്നു. വൈകുന്നേരമായപ്പോൾ ദൈവം അവിടെ എത്തി. ഹേ മനുഷ്യ, എവിടെയാ? ഒളിച്ചു നിന്നുകൊണ്ട് തന്നെ അവർ ഉത്തരം പറഞ്ഞു. ദൈവത്തിന്റെ മുമ്പിൽ വരാനുള്ള കഴിവ് അവർ കഥ പറയാൻ നഷ്ടപ്പെട്ടു. കൂട്ടുകാരെ, ഈ അനുസരണക്കേടിന്റെ ഫലം എന്താണെന്ന് അറിയണ്ടേ? സ്ത്രീക്കും പുരുഷനും പാമ്പിനും കഷ്ടതയും ശാപവും കിട്ടി. അനുസരണക്കേട് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അതുകൊണ്ട് കുട്ടികളായ നമ്മൾ ഓരോരുത്തരെ അനുസരണ ശീലിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ കഥയോടെ അവസാനിക്കും.